പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് എല്ലാ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനും വരുന്നൊരു ഡൗട്ടാണ്, നിലവിലെ SIP കണ്ടിന്യൂ ചെയ്യണോ, അതോ സ്റ്റോപ്പ് ചെയ്യണോ, അതോ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് വിഡ്രോ ചെയ്തെടുക്കണോ. ഇനി വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്കും ഇതുപോലെ തന്നെ ഡൗട്ടാണ്. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ. ആദ്യം നമുക്ക് SIP ചെയ്യുന്നവരുടെ കേസ് നോക്കാം. ഞാനതൊരു 3 പേരുടെ SIPയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് പറഞ്ഞുതരാം. ഈ 3 പേരെ നമുക്ക് ABC എന്ന് വിളിക്കാം. ഈ 3 പേരും 20 വർഷത്തിന് ശേഷം 2 കോടി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരേ ഫണ്ടിൽ 10,000 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്തു. SIP സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ 3 വർഷം എല്ലാവരും റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ 4ാമത്തെ വർഷമായപ്പോൾ ഇപ്പോൾ സംഭവിച്ച പോലെ തന്നെ മാർക്കറ്റ് ക്രാഷായി ഫണ്ടിൻ്റെ പെർഫോമൻസ് താഴേക്ക് വരാൻ തുടങ്ങി. SIP സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് പോർട്ട്ഫോളിയോയിൽ നെഗറ്റീവ് റിട്ടേൺസ് കണ്ടപ്പോൾ ആദ്യത്തെ ആൾ എന്ത് ചെയ്തു, മാർക്കറ്റ് ഒന്ന് റിക്കവറായി വരുന്നവരെ ആ SIP അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു, ഇതൊന്നും ശ്രദ്ധിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ ആ SIP അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. എന്നാൽ മൂന്നാമത്തെ ആളോ അവിടെ ഒരു സിമ്പിൾ ലോജിക്ക് യൂസ് ചെയ്തു. അതായത് ഇന്നലെ 10 രൂപയ്ക്ക് കിട്ടിയൊരു സാധനം ഇന്ന് 8 രൂപയ്ക്ക് കിട്ടിയാൽ കൂടുതൽ വാങ്ങി വെക്കുക, നാളെ അത് തിരിച്ച് 10 രൂപയാകുമ്പോൾ ഇപ്പോൾ വാങ്ങിയതിൻ്റെയും കൂടി എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സിമ്പിൾ ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ക്രാഷ് ആവാൻ തുടങ്ങിയ അന്ന് മുതൽ റിക്കവറായി വരുന്ന അന്ന് വരെയുള്ള SIPയുടെ എമൗണ്ട് നേരെ ഡബിളാക്കി. ഇനി 20ാമത്തെ വർഷമായപ്പം ഈ 3 പേരുടെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയെന്നറിയാമോ? ആദ്യത്തെ ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 1,85,00,000 രൂപയായിട്ട് മാറി. രണ്ടാമത്തെ ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 2 കോടി രൂപയായിട്ട് മാറി. മൂന്നാമത്തെ ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 2,35,00,000 രൂപയായിട്ട് മാറി. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നറിയാമോ? 50 ലക്ഷം രൂപ. എന്ന് വെച്ചാൽ മാർക്കറ്റ് ക്രാഷ് കണ്ട് പേടിച്ച് SIP സ്റ്റോപ്പ് ചെയ്ത ആളെക്കാളും മാർക്കറ്റ് ക്രാഷ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ലോങ്ങർ പീരീഡിൽ 50 ലക്ഷം രൂപയാണ് എക്സ്ട്രാ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇവരന്ന് SIP സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ വന്ന് സ്റ്റക്കായത് അതേ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. ആരൊക്കെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്രാഷ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർക്കൊക്കെ ഇതുപോലെ ലോങ്ങർ പീരീഡിൽ വലിയ റിട്ടേൺസ് കിട്ടും. ആരൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നോ അവർക്കൊക്കെ അതൊരു ലോസ് ആയിരിക്കും. ഇനി നമുക്ക് വലിയ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരുടെ കേസ് നോക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് റിക്കവർ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷേ 100 പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ അതിൽ 10 പേരെ ഇൻവെസ്റ്റ് ചെയ്യൂ, ബാക്കി 90 പേരും ഒരു കറക്റ്റ് ടൈം എത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കും. ഇപ്പോൾ കോവിഡ് വന്ന് മാർക്കറ്റ് ക്രാഷ് ആയപ്പോഴും ഇത് തന്നെയാണ് പലർക്കും പറ്റിയത്. അതായത് മാർക്കറ്റ് ഏറ്റവും താഴെ എത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്ത് പറ്റി, അവരൊക്കെ പ്രതീക്ഷിക്കുന്നതിലും വേഗം മാർക്കറ്റ് റിക്കവർ ആയിപ്പോയി, ഇവർക്ക് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി അന്ന് ഇൻവെസ്റ്റ് ചെയ്തവർ എങ്ങനെയാണ് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്നറിയാമോ? ഇവരാരും മാർക്കറ്റ് ഏറ്റവും താഴെ എത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നില്ല. മാർക്കറ്റ് ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ ഇവർ STP എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 50 ലക്ഷം രൂപയാണ് ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് ഈ എമൗണ്ട് ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ ഈ എമൗണ്ട് ആദ്യം ഒരു ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഡെയിലി ഒരു ഫിക്സ്ഡ് എമൗണ്ട് വെച്ച് ഇക്വിറ്റി ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡെയിലി ഒരു ഫിക്സ്ഡ് എമൗണ്ട് വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫണ്ടിലേക്ക് ഇങ്ങനെ മാറ്റുന്നതിനെയാണ് നമ്മൾ STP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഈ STP എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് ഞാൻ 2 പേരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലൂടെ പറയാം. അതായത് കോവിഡ് വന്ന സമയത്ത് മാർക്കറ്റ് ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഇവർ 2 പേരും 50 ലക്ഷം രൂപ ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ആദ്യത്തെ ആൾ എന്ത് ചെയ്തു, ഒരു കറക്റ്റ് ടൈം എത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. കാരണം 50 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എങ്ങാനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഇറങ്ങിയാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ നെഗറ്റീവിലേക്ക് പോകും. അതുകൊണ്ട് ഒരു കറക്റ്റ് ടൈം എത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം വെയിറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു, ഈ 50 ലക്ഷം രൂപ ആദ്യം ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്നും
ഡെയിലി 20,000 രൂപ വെച്ച് ഇക്വിറ്റി ഫണ്ടിലേക്ക് പോകുന്ന രീതിയിൽ ഒരു STP സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ മാർക്കറ്റ് ക്രാഷ് ആയ അന്ന് മുതൽ റിക്കവർ ആയി വരുന്ന അന്ന് വരെയുള്ള ഓരോ ദിവസവും 20,000 രൂപ വെച്ച് ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇനി മാർക്കറ്റ് തിരിച്ച് ബാക്ക് ടു നോർമൽ ആയപ്പം എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ആദ്യത്തെ ആൾ അപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നതേ ഉള്ളൂ. ഒരു കറക്റ്റ് ടൈം ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ രണ്ടാമത്തെ ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ മാർക്കറ്റ് റിക്കവറായി വന്നപ്പോൾ 68 ലക്ഷം രൂപയായിട്ട് മാറി. അതിൻ്റെ കാരണം ഇദ്ദേഹം ടെൻഷൻ അടിച്ചിരുന്ന ഓരോ ദിവസവും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. മാർക്കറ്റ് റിക്കവർ ചെയ്ത് വന്നപ്പം അന്ന് ഓരോ ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അദ്ദേഹത്തിന് വലിയ റിട്ടേൺസ് കൊടുത്തു. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിലും ഒരുപാട് പേര് ഒരു കറക്റ്റ് ടൈം എത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതാണ് കറക്റ്റ് ടൈം എന്ന് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ടൈം നോക്കിയിരുന്നാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നീണ്ടു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് മാർക്കറ്റ് കറക്ഷൻ്റെ സമയത്ത് വലിയൊരു എമൗണ്ട് ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ STPയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് വോളറ്റൈലായിട്ട് നിൽക്കുന്ന ഓരോ ദിവസവും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് മാർക്കറ്റ് റിക്കവർ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ നമുക്ക് വലിയ റിട്ടേൺസ് തരാൻ സഹായിക്കും. സോ വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.